നിങ്ങൾ ടൈഡ് പൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോ ടൈഡ് ഉള്ളപ്പോൾ സമുദ്രം ഉൾവലിയുമ്പോൾ കാണപ്പെടുന്നവ. നിങ്ങൾക്കറിയാമോ കടൽ തീരത്തു കാണപ്പെടുന്ന ഈ ടൈഡ് പൂൾസ് കടല് തിരമാലകളുടെ സ്വാഭാവിക ഉയർച്ചയും താഴ്ചയുമാണ് കാണിക്കുന്നതെന്ന്? ഈ ടൈഡ് പൂൾസ് എങ്ങനെയാണ് പാസീവ് ഫണ്ട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. റൈറ്റ്, വരൂ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണോ ടൈഡ് പൂൾസ് കടലിന്റെ ചലനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ലക്ഷ്യവും ഒരു സ്പെസിഫിക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ പെർഫോമൻസ് കാണിക്കുക എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് നിഫ്റ്റി 50-ൽ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓരോ സ്റ്റോക്കും എളുപ്പത്തിൽ ഹാൻഡ് പിക്ക് ചെയ്ത് ഓരോന്നിലും എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനും കഴിയുമെന്ന് പറഞ്ഞാലോ? അപ്പോൾ ഈ എല്ലാ കമ്പനികളുടെയും ഒരു ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിക്ഷേപിക്കാം. ഒരു പാസീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാം. ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF, അല്ലെങ്കിൽ ആ 50 കമ്പനികളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ട്. പാസീവ് ഫണ്ട്സിന്റെ ലക്ഷ്യം നിഫ്റ്റി 50 പോലുള്ള ഇൻഡീസസ് ആവർത്തിക്കുക എന്നതാണ്, അല്ലെങ്കിൽ BSE സെൻസെക്സ് ഇൻഡെക്സിന്റെ അതേ അനുപാതത്തിൽ അതേ സ്റ്റോക്സ് ഹോൾഡ് ചെയ്തുകൊണ്ട്. കൂടാതെ സ്റ്റോക്ക് സിലക്ഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കാത്തതിനാലും സെക്യൂരിറ്റീസിന്റെ ഫ്രീവെന്റ് ട്രേഡിംഗ് ചിലവ് കാരണവും അവ റിലേറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവാണ്. അതുകൊണ്ട് മാർക്കറ്റിന് എതിരായുള്ള അതിനൊപ്പം കറന്റിനൊപ്പം സഞ്ചരിക്കുന്നതുപോലെയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ടൈഡ് പൂൾസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിൽ പാസീവ് ഇൻവെസ്റ്റിംഗ് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ബൈ റൈഡിംഗ് ദ മാർക്കറ്റ് എസ് കറൻസ്. മാർക്കറ്റ് കറന്റ് പർ സവാർ ഹോക്കർ. മാർക്കറ്റ് കറൻസിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് പുതിയ അറിവ് ലഭിച്ചുവെന്ന് കരുതുന്നു. എന്നത്തെയും പോലെ ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തരം കൂടുതൽ രസകരമായ അറിവുകൾ നേടൂ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.